മേഘേട്ടാ, നീ ഉറങ്ങില്ലേ? മേഘേട്ടന്റെ വിളി വരാതെ ഉറങ്ങാൻ പറ്റോ? അപ്പോഴേ നാളെ രാവിലെ ഒരു 9-9:30 ഞാൻ വരും. നമുക്ക് ഒന്നിച്ച് ജ്വല്ലറി പോവാം. നാളെ തന്നെ സ്വർണ്ണമെല്ലാം എടുക്കണം. ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. അത് മാത്രമല്ല, അഗസ്ത്യ കൂടത്തിലെ കാര്യങ്ങളും എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. അവിടെ എന്തായി? ഫോണിലൂടെ അതേപ്പറ്റി അധികം ഒന്നും പറയുന്നില്ല. അവന്റെ അസ്ഥിയുടെ മണം അടിക്കാൻ സമയമായി. ഇനി അതിന് അധികം കാത്തിരിക്കേണ്ടി വരില്ല. പിന്നെ അതവിടെ നിൽക്കട്ടെ. നാളെ ജ്വല്ലറിയിൽ പോകുമ്പോ നിനക്ക് ആവശ്യമുള്ള എല്ലാം എടുക്കണം. അവനേതായാലും കല്യാണത്തിന് സഹകരിക്കില്ല എന്ന് പറഞ്ഞിരിക്കല്ലേ. അപ്പൊ പിന്നെ പരമാവധി നാളെ മുതലാക്കണം. അതല്ലാതെ അവൻ നിനക്കൊന്നും തരുമെന്ന് തോന്നില്ല. ശരി മേഘേട്ടാ, ഞാൻ രാവിലെ തന്നെ റെഡി ആയിരുന്നോളാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എടാ കണ്ണാ, എന്താ സാറേ, താൻ ഇവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. ആർക്കൊപ്പം വന്നതാ? എൻ്റെ ഒരു മാമൻ ഇവിടെ കിടക്കുന്നുണ്ട് സാറേ. മാമന് കൂട്ടുവന്നതാ. എന്താ തൻ്റെ പേര്? പേരൊക്കെ എന്തിനാ സാറേ അറിയുന്നത്? അറിഞ്ഞുകൊണ്ട് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, പക്ഷെ പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല. തന്നെ കണ്ടിട്ട് മൊത്തത്തിലൊരു വശപ്പിശകം ഉണ്ടല്ലോ. അതെൻ്റെ കുഴപ്പമില്ല സാറേ, എന്നെ ജനിപ്പിച്ച എൻ്റെ കുഴപ്പമാണ്. താനെന്തിനാ ഇന്നലെ കണ്ണൻ്റെ മുറിക്ക് മുന്നിൽ കിടന്ന് കറങ്ങിയത്? ഏത് കണ്ണൻ്റെ? അപ്പോ കണ്ണനെ അറിയത്തില്ലല്ലേ? എനിക്കെങ്ങനെ അറിയാനാ സാറേ? ഞാൻ അകത്തിരുന്ന് ബോറടിച്ചപ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ആ നേരത്ത് അകത്ത് കിടക്കുന്ന രോഗികളെയൊക്കെ ചിലപ്പോൾ നോക്കി കാണും. അതിന്റെ പിന്നിൽ ഒരു ദുരുദ്ദേശവും ഇല്ല. പിന്നെ അത്യാവശ്യം കുഴപ്പക്കാരെയൊന്നും ഇതിനകത്ത് കിടത്തി തോമസ് സാർ ചികിത്സിക്കാറില്ല. അല്ല, സാർ ആരാ? തന്നെ കുറിച്ചൊന്നും താനൊന്നും പറയുന്നില്ലല്ലോ. പിന്നെ എന്നെക്കുറിച്ച് എന്തിനാ അറിയുന്നത്? എനിക്ക് അറിഞ്ഞിട്ട് വലിയ വിശേഷമൊന്നുമില്ല. പിന്നെ കാര്യമായിട്ടൊന്ന് എൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു ചോദിച്ചെന്നേ ഉള്ളൂ. എന്നെപ്പറ്റി വളരെ വിശദമായിട്ട് തോമസ് സാറിന് അറിയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി.